പത്രമാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്ന് നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗവും ചെയ്യുന്നത് യുവാക്കളാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കുറ്റകൃത്യങ്ങൾക്കെല്ലാം പുറകിൽ മദ്യപാനശീലമാണ് എന്നതാണ് യാഥാർത്ഥ്യം. വെള്ളം അകത്ത് ചെല്ലുമ്പോഴാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. വെള്ളത്തിന് പുറത്തേക്ക് വരുവാനും ശരീരവും മനസ്സും ഉരുക്കുപോലെ ദൃഢമാക്കുവാനും യുവാക്കളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ എന്ന ഈ വീഡിയോ ശകലം കേരളത്തിലെ ആബാലവൃദ്ധ മദ്യപാനികൾക്കും മദ്യഷാപ്പുകളുടെ മുന്നിൽ ഒരു സങ്കോചവും കൂടാതെ വളരെ ആത്മവിശ്വാസത്തോടുകൂടി ക്യൂ നിൽക്കുന്ന യുവതലമുറകൾക്ക് ഒരു പുനർചിന്തനത്തിനും വേണ്ടി വിനയത്തോടുകൂടി സമർപ്പിക്കുന്നു. സ്വിമ്മേഴ്സ് ഫോറം അറ്റ് തൃപ്പൂണിത്തുറ. നിങ്ങൾ കാണുന്ന ഈ സംരംഭം ഒരു സാഹസികത തന്നെയാണ്. കാരണം ഒരു കുളത്തിന്റെ 2 സ്റ്റെപ്പ് വെള്ളത്തിൽ പോലും ഇറങ്ങാൻ ധൈര്യമില്ലാത്ത ഒരു ഹാഫ് സെഞ്ചുറി വയസ്സുകാരനും നീന്തൽ എന്തെന്നറിയാത്ത ഒരു 22കാരനും ഉൾപ്പെട്ട സംഘം 100-ൽ പരം മീറ്റർ നീളത്തിലും 30 അടിയോളം ആഴവുമുള്ള നിറഞ്ഞു കവിഞ്ഞ കുളത്തിൽ ജീവിതത്തിൽ ആദ്യമായി എടുത്ത് ചാടുക എന്നതും 8-10 റൗണ്ട് നീന്തുക എന്നതും ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ചിട്ടാണെങ്കിൽ തന്നെ ഒരു സാഹസികത തന്നെയാണ്. ഈ സാഹസികത മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും എതിരെയാണ്. ഈ സാഹസികത മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും എതിരെയാണ്. ഓർമ്മിക്കുക, നിങ്ങൾ വെള്ളത്തിലായതുകൊണ്ട് നിങ്ങളുടെ മക്കളും വെള്ളത്തിലാകാൻ വ്യഗ്രത കാണിക്കും. കുടുംബത്തിൽ പട്ടിണിയും അസ്വസ്ഥതയും സന്തോഷക്കുറവും ഉണ്ടാകും. കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഇല്ലാതെയാകും. ബിവറേജ് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൊടുക്കുന്ന കോടിക്കണക്കിന് ലാഭവിഹിതം യഥാർത്ഥത്തിൽ നിങ്ങളുടെ പോക്കറ്റിൽ നിന്നും പോകുന്നതല്ലേ? നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഉപയോഗിക്കേണ്ടുന്ന അധ്വാന ഫലം. ജനങ്ങൾ മദ്യം വർജിക്കണം. നിർമ്മാർജ്ജനം നടക്കില്ല എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോടും മന്ത്രിമാരോടും ഞങ്ങളുടെ ചോദ്യം: ജനങ്ങൾ മദ്യം വർജിച്ചാൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ദശലക്ഷക്കണക്കിന് കുപ്പി മദ്യവും മുക്കിലും മൂലയിലും തുറക്കുന്ന മദ്യക്കടകളും ബാറും ഉൽപ്പാദിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന വീര്യം കുറഞ്ഞ മദ്യവും എല്ലാം എന്തു ചെയ്യും? എന്നു മുതൽ മദ്യം ഉപയോഗിക്കില്ല എന്ന് നാം കൂട്ടായി തീരുമാനമെടുക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന മദ്യം വിറ്റഴിക്കാനാകാതെ ഇവർക്ക് യുവജനങ്ങളുടെയും രാജ്യത്തിന്റെയും വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കൂടി ഉതകുന്ന മറ്റ് വരുമാന മാർഗങ്ങൾ തേടേണ്ടി വരും. ഞങ്ങൾ വെള്ളത്തിലാണ്. എരൂർ പിഷാരി ദേവിയുടെ ക്ഷേത്രക്കുളത്തിൽ ആഴവും പരപ്പും നോക്കാതെ ഞങ്ങൾ നീന്തിയത് മദ്യപാനവും പുകവലിയും ലഹരിയും ഉപയോഗിക്കാത്ത ഒരു യുവതലമുറയ്ക്ക് വേണ്ടിയായിരുന്നു. നാം നമ്മുടെ ശക്തി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മദ്യപാനശീലത്തിൽ നിന്നും പുറത്തു വരുവാൻ മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രം വരെ നീന്തിക്കടക്കുവാൻ സാധിക്കും. സിംഹക്കുട്ടികളാണ് നിങ്ങൾ, സിംഹക്കുട്ടികൾ. ഇത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. നിങ്ങളുടെ അനന്തമായ ശക്തിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് സ്വിമ്മേഴ്സ് ഫോറം അറ്റ് തൃപ്പൂണിത്തുറ. ഈ യജ്ഞത്തിൽ പങ്കെടുത്തവർ ശ്രീ സുനിൽകുമാർ, ശ്രീ അരുൺ ദാസ്, ശ്രീ അനിൽകുമാർ, ശ്രീ സെന്തിൽ, ശ്രീ അനന്തു, ശ്രീ വിഷ്ണുപ്രസാദ്, ശ്രീ ശിവരാം, ശ്രീ വർഗീസ്, ശ്രീ സജീവൻ, ശ്രീ കുഞ്ഞിരാമൻ. ഫസ്റ്റ് ഇൻ ലൈഫ് ശ്രീ വിഷ്ണുപ്രസാദ്, ശ്രീ കുഞ്ഞിരാമൻ. കോർഡിനേറ്റർ ശ്രീ കുഞ്ഞിരാമൻ.